വേദിയിലും സദസ്സിലും ഉപുഷ്ടരായിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും, ഞങ്ങളുടെ അഭ്യുതകാംക്ഷികൾക്കും, ലൈവായി ഈ സംഗമം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്കും എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം. ദൈവത്തിന് സ്തുതി. കാസ കോഴിക്കോട് ജില്ലാ കുടുംബ സംഗമത്തിലും സമ്മേളനത്തിലുമാണ് നാം ആയിരിക്കുക. ഈ അവസരത്തിൽ ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ പറ്റി ലളിതമായി ചിന്തിക്കുന്നത് ഉചിതമാണെന്ന് തോന്നുന്നു. കോഴിക്കോട് കാസയുടെ പുതിയ ഭരണസമിതി നിലവിൽ വന്നിട്ട് ഏകദേശം 2 വർഷം പൂർത്തിയാകാൻ പോകുന്നു. കഴിഞ്ഞ വർഷം ഒരു പൊതുസമ്മേളനവും റാലിയും ഒക്കെ സംഘടിപ്പിക്കുവാൻ നമ്മൾ അതിയായി ആഗ്രഹിച്ചിരുന്നു. പക്ഷേ പല പ്രതികൂല സാഹചര്യങ്ങളും കാരണം അത് നടത്തുവാൻ നമുക്ക് കഴിഞ്ഞില്ല. ഏതായാലും ഇന്നാണ് അതിനൊരു അവസരം സർവേശ്വരൻ ഒരുക്കി തന്നത്. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ബഹുമാനപ്പെട്ട ജില്ലാ എക്സിക്യൂട്ടീവ് കഴിഞ്ഞ മീറ്റിംഗുകളിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അതായത് കോഴിക്കോട് കാസ ഈ സമ്മർ വെക്കേഷന് ഒരു സമ്പൂർണ്ണ കുടുംബ സംഗമം സംഘടിപ്പിക്കണമെന്ന്. അതിന് പ്രകാരമാണ് ഇന്ന് ഈ സ്നേഹസംഗമം ഇവിടെ സംഘടിപ്പിച്ചത്. അതിന് ജില്ലാ എക്സിക്യൂട്ടീവിനെയും ഓരോ കാസ കുടുംബാംഗങ്ങളെയും വളരെ സ്നേഹത്തോടെ ഞാൻ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ വിശ്വാസം അനുസരിച്ച് കുടുംബമാണല്ലോ എല്ലാത്തിന്റെയും അടിസ്ഥാനം. കുടുംബത്തെ ഗാർഹിക സഭ എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. എല്ലാ ഫോർമേഷന്റെയും ആരംഭം നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണല്ലോ. ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ നാനാവശങ്ങൾ നേരിടുന്ന ധാരാളം പ്രതിസന്ധികളെ പറ്റി നാം ബോധവാന്മാരാകേണ്ടതുണ്ട്. തികച്ചും ആശയ സമ്പുഷ്ടവും സ്നേഹസമ്പന്നവുമായ ഒരു സദസ്സാണ് നമുക്കുള്ളത്. ഇന്ന് ഈ സംഗമത്തിലൂടെ നമുക്ക് കിട്ടുന്ന പുതിയ അറിവുകൾ, അനുഭവങ്ങൾ ഭാവിക്ക് തികച്ചും മുതൽക്കൂട്ടാണ്. എന്റെ രാജ്യം എന്റെ വിശ്വാസം എന്ന കാസയുടെ ആപ്തവാക്യം നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ ഈ സംഗമത്തിന് അർത്ഥവും വ്യാപ്തിയും വർദ്ധിക്കുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ ജില്ലാ പ്രസിഡന്റും ആദരണീയരായ സംസ്ഥാന നേതാക്കളും കാസ എന്ന ദൈവത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ സംഘടനയെ പറ്റി നിങ്ങളോട് അതിയായി വിശദീകരിക്കുന്നതായിരിക്കും. ഇനി എന്റെ എളിയ കർത്തവ്യത്തിലേക്ക് കടന്നുകൊള്ളട്ടെ. ഏവർക്കും സ്വാഗതമരുളുക എന്നത് ഒത്തിരി അർത്ഥവത്തായ സന്തോഷമുള്ള കാര്യമാണ്. ആദ്യമായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഒത്തിരി തിരക്കുകൾക്കിടയിലും ഇവിടെ എത്തിച്ചേർന്ന ആദരണീയനായ കാസയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെവിൻ പീറ്റർ, ഞങ്ങളുടെ കെവിൻ ബ്രോയെ കുറിച്ച് പറയുമ്പോൾ കാസയുടെ അമരക്കാരൻ, നീതിയുടെ ശബ്ദം, ഉറച്ച ബോധ്യങ്ങളും നിശ്ചയദാർഢ്യമുള്ള വ്യക്തിത്വം, ജീവിതത്തിൽ പ്രതിസന്ധികളെയും വേദനകളെയും മറ്റുള്ളവർക്കും ഈ ലോകത്തിന് തന്നെയും സാക്ഷ്യമേകാൻ മുന്നോട്ടിറങ്ങിയ ധീര പോരാളി, ഏതൊരവസരത്തിലും തികഞ്ഞ സ്വാതന്ത്ര്യമരുളുന്ന സ്വഭാവം. ഏറെ സ്നേഹബഹുമാനത്തോടെ ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ശ്രീ ഡിക്സൺ സെബാസ്റ്റ്യൻ, നമ്മുടെ ഡിക്സൺ ബ്രോ കാസിയുടെ നാഷണൽ കോർഡിനേറ്റർ ആണ്. എറണാകുളം സ്വദേശിയാണെങ്കിലും ജോലിയുടെ ഭാഗമായി ഇപ്പോൾ ഗോവയിൽ സെറ്റിൽഡ് ആണ്. പരിചയപ്പെട്ട അന്നു മുതൽ ഇന്നുവരെ തികഞ്ഞ ലാളിത്യത്തോടും വാത്സല്യത്തോടും കൂടി പെരുമാറുന്ന പ്രകൃതം, കാസിയ ദേശീയ തലത്തിലും പുറത്തും നന്നായി ഉയർത്തിക്കൊണ്ടുവരാൻ പരിശ്രമിച്ച അധ്വാനിക്കുന്ന വ്യക്തിത്വം, ഒരു പ്രാർത്ഥനയുടെ മനുഷ്യൻ. ഏറെ ആദരവോടെ ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ടോണി ബ്രദർ, നമ്മുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ്. ബാംഗ്ലൂർ കാസയുടെ അമരക്കാരൻ, കാസ കലണ്ടർ പോലുള്ള ആശയങ്ങൾക്ക് എടുക്കാൻ പിടിക്കുന്ന വ്യക്തി, സംസ്ഥാന ഫണ്ട് ശേഖരണത്തിന്റെ മാർഗരേഖകൾ തയ്യാറാക്കി സംഘടനയെ ധീരോജ്വലം മുന്നോട്ട് നയിക്കുന്ന വ്യക്തിത്വം. ഏറെ സ്നേഹവാത്സല്യത്തോടെ ഈ സംഗമത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. സിജിൽ ബ്രോ സംസ്ഥാന ട്രഷററാണ്. ആള് ശാന്ത സ്വഭാവം, പക്ഷെ കാര്യങ്ങൾ കാര്യഗൗരവത്തോടെ ചെയ്യുന്ന വ്യക്തിത്വം. ഏറെ ആദരവോടെ ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ശ്രീ ജോസഫ് സെബാസ്റ്റ്യൻ, സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ്. ബാംഗ്ലൂർ കാസിയിൽ നിന്നും കടന്നു വന്നു. ഏറെ ത്യാഗങ്ങൾ സഹിച്ച് എത്തിച്ചേർന്നു. ഹൃദയപൂർവ്വം സ്വാഗതമരുളുന്നു. അടുത്തത് ശ്രീ സച്ചിൻ ജെയിംസ്, ബാംഗ്ലൂർ കാസ യൂണിറ്റ് സെക്രട്ടറിയാണ്.
നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി ഇവിടെ എത്തിച്ചേർന്നു. സുസ്വാഗതം ബ്രദറെ. അടുത്തതായി അധ്യക്ഷപദം അലങ്കരിക്കാൻ പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട അനൂപ് സാർ ഖാസ കോഴിക്കോടിന്റെ പ്രസിഡന്റ് ആണ്. തികഞ്ഞ ആത്മാർത്ഥതയോടും അർപ്പണഭാവത്തോടും കൂടെ കോഴിക്കോട് കാസയെ ചേർത്ത് പിടിക്കുന്ന വ്യക്തിത്വം. ഏറെ പ്രാർത്ഥനയോടെ ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യണം. അടുത്തതായി നമ്മുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ ലാലു ബ്രദർ. ലാലു ബ്രദറിനെയും ഏറെ സ്നേഹത്തോടെ ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മൾ ആദരിക്കുന്ന ഒരുപാട് വിശിഷ്ട വ്യക്തികളുണ്ട്. അതിൽ രണ്ടുപേര് എഴുത്തുകാരാണ്, ജോസൂട്ടി ബ്രദറും ജോസ് ബ്രദറും. അത് നാനാ മേഖലകളിൽ നൈപുണ്യം തെളിയിച്ച വ്യക്തികളാണ്. ജോസ് ബ്രദർ വാമറ്റം, ജോസൂട്ടി ബ്രദർ പെരുമ്പടവ്. രണ്ടുപേരുടെയും കുറച്ച് നോവലുകളും ആത്മകഥകളൊക്കെ അടുത്ത് വായിക്കാനിടയായി. സത്യം പറഞ്ഞാൽ അവരാൾ പുലിയാട്ടോ, വലിയ വലിയ പുലികളാണ്. അത് ഞങ്ങൾക്ക് ഒത്തിരി ബഹുമാനം തോന്നുന്നു അവരിവിടെ കാണാൻ സാധിച്ചാൽ, അവരുടെ കുടുംബത്തോട് കാണാൻ സാധിച്ചാൽ. അവരെ എല്ലാം ആദരിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. എല്ലാവരും ഞാൻ പേരെടുത്ത് പ്രത്യേകം പറയുന്നില്ല, കാരണം അത് തുടർന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ് ഡിലാബറേറ്റ് ചെയ്തിട്ട്. അപ്പം ഇന്ന് നമ്മൾ ആദരിക്കുന്ന എല്ലാ വ്യക്തിത്വങ്ങളെയും, വിവിധ മേഖലയിൽ ആദരിക്കുന്ന എല്ലാ വ്യക്തിത്വങ്ങളെയും ഏറെ സ്നേഹ ബഹുമാനത്തോടെ ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഊടും ഭാവവും കോർത്തിണക്കിയത് നമ്മുടെ പ്രിയപ്പെട്ട എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആണ്. അവരെയും തികഞ്ഞ സംതൃപ്തിയോടെ സ്നേഹത്തോടെ ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവസാനമായി ഏറ്റവും മർമ്മപ്രധാനമായി സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ കാസ കുടുംബാംഗങ്ങൾ, സപ്പോർട്ടേഴ്സ്, ക്ഷണം സ്വീകരിച്ച് ഈ വലിയ മഴയ്ക്കിടയിലും ഇവിടെ എത്തിച്ചേർന്ന നിറസാന്നിധ്യങ്ങൾ, സ്വദേശത്തും വിദേശത്തുമുള്ള കാസയുടെ ധീര പോരാളികൾ, എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഈ സംഗമത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ സംഗമത്തിന് വിവിധ തലങ്ങളിൽ നിന്നുകൊണ്ട് എല്ലാ സഹായവും പ്രാർത്ഥനകളും അർപ്പിക്കുന്ന ഒരുപാട് ദീപശിഖകളുണ്ട്. ആത്മീയ പിതാക്കന്മാർ, അവരെയും ഏറെ വാത്സല്യത്തോടെ ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരുടെയും അനുഭവത്തോടെ ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ പ്രസിഡന്റ് ശ്രീ അനൂപ് സാറിനെ നമ്മുടെ സമ്മേളനത്തിന് അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവത്തിന് നന്ദി. ജയ് കാസ, ജയ് ക്രൈസ്റ്റ്.